റിജക്ഷൻസ് കൂടുതലുണ്ടോ ജർമ്മനിയിൽ? ജർമ്മനിയിൽ റിജക്ഷൻസ് പേപ്പർ വർക്കുകൾ പ്രോപ്പർ അല്ലെങ്കിൽ ജർമ്മനി എന്നല്ല ഏത് കൺട്രി റിജക്ഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് ഷെങ്കൻ കൺട്രീസ്. റിജക്ഷൻസ് കൂടുതലുണ്ടോ ജർമ്മനിയിൽ? ജർമ്മനിയിൽ റിജക്ഷൻസ് പേപ്പർ വർക്കുകൾ പ്രോപ്പർ അല്ലെങ്കിൽ ജർമ്മനി എന്നല്ല ഏത് കൺട്രി റിജക്ഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് ഷെങ്കൻ കൺട്രീസ്. പേപ്പേഴ്സ് പ്രോപ്പർ അല്ലെങ്കിൽ പ്രശ്നമാണ്. APS വെരിഫിക്കേഷൻ നടത്തണം, ഡോക്യുമെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം, ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ വിഷയമാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വിസ റിജക്ഷൻ ഒരു ഒറ്റ കാര്യത്തിൽ നിൽക്കുന്നതല്ല. ഈവൻ നമ്മൾ വിസ ആപ്ലിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തിയാൽ പോലും വിസ റിജക്റ്റ് ആവും. വിസ ഇൻ്റർവ്യൂവിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ പോയി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്താ പ്ലാൻ, തിരിച്ച് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരുമോ, അതല്ലെങ്കിൽ അവിടെ തന്നെ സെറ്റിലാവോ? ഇല്ല, ഞാൻ അവിടെ ലൈഫ് മൊത്തം അവിടെ സെറ്റ് ചെയ്യാനാണ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അപ്പോൾ തന്നെ റിജക്ഷൻ ആവും. പ്രത്യേകിച്ച് അതൊരു കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി വിസ റിജക്ഷൻ്റെ ഒരു ടോപ്പിക് തന്നെയാണ്. റിജക്ഷൻ്റെ കേസ് കാര്യമായിട്ട് പറയാനുണ്ട്. റിജക്ഷൻസ് കുറവാണ് ജർമ്മനിയിൽ കമ്പാരിറ്റീവ്ലി. പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് വെച്ചാൽ എവിടെയും റിജക്ഷൻസ് കുറവ് ഉണ്ടാവില്ല. റിജക്ഷൻസ് പ്രോഗ്രസ് ഈ റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 10/5 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ. റിജക്ഷൻസ് വിസ അടിക്കുന്നുണ്ട്, വിസ അപ്രൂവലുള്ള കൺട്രിയാണ് ജർമ്മനി. ഇപ്പോൾ ഒരു പോളണ്ട് പോലുള്ള രാജ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റിജക്ഷൻസ് ഉണ്ട്. വിസ റിജക്ഷൻസ് വെച്ച് ഹൈ ആണ് ഇപ്പോൾ പോളണ്ടിൽ. അത് മാത്രമേ, അത് പല കാരണങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിജക്ഷനാണ്. പോളണ്ടിലൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 25-30+ ഏജുള്ള ആളുകളാണ് കൂടുതലും. അതും ഒരു ലൈഫ് സെറ്റിൽമെൻറ്റ്, ഒരു വർക്ക് ലൈനിലാണ് പോകുന്നത്. വർക്ക് പെർമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയത്ത് നല്ല ട്രെൻഡായിട്ട് വന്നിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഒക്കെ അല്ലാത്ത ആളുകളായിരിക്കും വരും. അപ്പോൾ മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് സെറ്റിൽമെൻറ്റിന് വരുന്നതാണ്. സ്റ്റഡീസിന് പാരൻസിൻ്റെ ഫണ്ട് ഉണ്ടാവും. ഇവർ സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു 5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് പല സംഭവങ്ങളും അതും ആധാരമൊക്കെ വിറ്റ്, ഗോൾഡൊക്കെ വിറ്റ് വരുന്നതാണ്. അപ്പോൾ അവർക്കത് ഈ പറഞ്ഞ പോലെ ഷോ മണി ഒക്കെ കാണിക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു 5 ലക്ഷം രൂപയും പ്ലസ് ഷോ മണി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻറ്റ് ഇത് പറയും, ഇത് യഥാർത്ഥത്തിൽ ഇതിന് പ്രശ്നം ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഏജൻറ്റ് മനസ്സിലാക്കണില്ല. അപ്പോൾ തേർഡ് പാർട്ടി ഫണ്ടൊക്കെ പിടിക്കും. ഇപ്പോൾ തേർഡ് പാർട്ടി ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്കും ചെയ്യാം, എന്താ പറയുക, സെറ്റിങ്ങൊക്കെ ആയിട്ട് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആവും ഞാനിത് പറയുമ്പോൾ. അപ്പോൾ അത് ഷോ മണി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഐ മീൻ പ്രോപ്പർ അല്ലാത്ത ഡോക്യുമെൻറ്റ്. അപ്പോൾ അത് ഒരു പറ്റി ഒരുപാട് പറയാനുണ്ട്. അത് റിജക്ഷൻ എന്നുള്ള ടോപ്പിക് തന്നെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും അത്യാവശ്യം കുട്ടികൾ ജർമ്മനിക്ക് പോകുന്നുണ്ടല്ലേ? ഉണ്ട്. അത്യാവശ്യം ഓരോ ഇൻടേക്കിലും നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് കയറി പോകുന്നുണ്ട്. ഞാൻ അപ്പോൾ അത് റിജക്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ നേരത്തെ ചോദിച്ചത്. വിസ അപ്രൂവലുണ്ട് അത്യാവശ്യം. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കൺട്രി ജർമ്മനി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം അവിടെ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് നഴ്സിംഗ് സ്റ്റുഡൻസാണ് കൂടുതലും പോകുന്നത്. ഇപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നഴ്സിംഗ് നാട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് ജർമ്മനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതും അവിടെ നിന്നിട്ടൊരു ജോബ് ഫൈൻഡ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ നഴ്സിംഗ് പഠിച്ച ആൾക്ക് പോകുന്നത് എടുക്കുക ജർമ്മനിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ജർമ്മനിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എടുക്കുക ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യാൻ തന്നെ. അപ്പോൾ വൈ സ്റ്റഡി അബ്രോഡ് എന്ന് ചോദിച്ചാൽ ഞാനൊരു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് റീസൺ, അവർക്ക് ആക്സസ് കൂടും. മറ്റേത് ഇവിടുന്ന് വർക്ക് പെർമിറ്റൊക്കെ കിട്ടി മെല്ലെ എത്തുമ്പോഴേക്കും അവിടെ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ ഫിൽ ആയിട്ടുണ്ടാവും. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട്. ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വർക്ക് പെർമിറ്റ് സൈഡ് വേണമെങ്കിൽ റിജക്ഷൻസും ഉണ്ട്. പെട്ടെന്നൊരു വർക്ക് പെർമിറ്റിൻ്റെ കേസ് അതാണ്, റിജക്ഷൻസ് ചാൻസ് കൂടുതലാണ്. സ്റ്റുഡൻറ്റ് വീസ കിട്ടുന്ന പോലെ വർക്ക് പെർമിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അത് ഒരു മെല്ലെ, അത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം. ഇത് അവിടെയുള്ള സ്റ്റുഡൻസിന് പിന്നെയും കുറച്ചുകൂടി ഈസി ആക്സസ് ആയിരിക്കും. അതാണ്. അപ്പോൾ സെറ്റിൽമെൻറ്റ് തന്നെയാണ് മെയിനായിട്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യും, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് വീടുകൾ മുട്ടിക്കെടുക്കുന്നതിൻ്റെ കാരണമൊക്കെ ഒരുപാട് പുള്ളിൽ മൈഗ്രേറ്റ് ചെയ്തതിൻ്റെ തന്നെയാണ്. അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം അവിടെ സെറ്റിലാവുന്നുള്ളതാണ്. നാട്ടിലേക്ക് വരുന്ന പരിപാടിയില്ല. അവിടെ എങ്ങനെയെങ്കിലും അവിടെ കല്യാണം കഴിച്ച് അവിടെ സ്പോസ് വിസയിൽ നിന്ന് സെറ്റിലാവാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സുഹൈൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി ഏതാ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? സജസ്റ്റ് ചെയ്യാൻ എല്ലാ കൺട്രിയും ഓക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് ഇപ്പോൾ ഓസ്ട്രിയ നല്ലൊരു ഓപ്ഷനാണ്. ഓസ്ട്രിയയിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ കൊണ്ട് എല്ലാവരും ഓക്കെ അല്ല. അപ്പോൾ അത്യാവശ്യം ഫ്രീ എഡ്യൂക്കേഷൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഒരു പരിധിവരെ ഓക്കെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ഫീസ് പറഞ്ഞു, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ, അത് ഓസ്ട്രേലിയയിൽ കോൺട്രിബ്യൂഷൻ ഫീസ് ഉണ്ട്, കുറച്ചുകൂടെ കൂടുതലാണ്. 726 എത്ര വരുന്നുണ്ട്, 700+ വരുന്നുണ്ട്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 50+ ആയി. ഓക്കെ, അപ്പോൾ ഏകദേശം 50+ ആയാലും കമ്പാരിറ്റീവ്ലി അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ വിഷയം ഓസ്ട്രേലിയയല്ല ഓസ്ട്രിയ ഇല്ല. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷേ കോൺട്രിബ്യൂഷൻ ഫീസ് ഉണ്ട്. അത്യാവശ്യം ഒരു 80+85% മാർക്കുള്ള ഒരു കുട്ടിക്ക് നോക്കാവുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. മാർക്ക് ഒരു ക്രൈറ്റീരിയ ആണ്. അതെ. എലിജിബിലിറ്റിയിൽ 55% അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാലും അത് അസസ്മെൻ്റ് ഒക്കെ ഉണ്ട്, പ്രീ അഡ്മിഷൻ അസസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ എടുക്കുകയുള്ളൂ. നല്ല കുട്ടികൾ, നല്ല ആപ്റ്റായിട്ടുള്ള കുട്ടികൾ തന്നെ, ബ്രില്യൻ്റ് മീൻസ് അക്കാഡമിക്കലി ഓക്കെ ആയിട്ടുള്ളവർ തന്നെയാണ് എടുക്കുകയുള്ളൂ. അത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഇൻടേക്കും ഇല്ല.
എല്ലാവർക്കും അപ്ലൈ ചെയ്തിടാം, ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്തിടാം. 55-60% മാർക്ക് മിനിമം എലിജിബിലിറ്റിയാണ്. വെബ്സൈറ്റ് അത് കൊടുത്തിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് അപ്ലൈ ചെയ്തിടാം. ലക്കാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അത് ഫോർവേഡ് ചെയ്യണം നല്ലത്. ഓസ്ട്രിയ ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻ ഫീസ് അടച്ച് പോയാൽ മതി, ലിവിങ് എക്സ്പെൻസ് നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ വൺസ് അവിടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു MBA പ്രോഗ്രാമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കഴിഞ്ഞാൽ തന്നെ 2 years കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോബ് നോക്കി തുടങ്ങാം. ട്രെയിനിങ് ഇൻറ്റേൺ ആയിട്ട് നോക്കി തുടങ്ങാം. അപ്പോൾ അത് ഈ ഷെങ്കൻ കൺട്രീസിൽ ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ് ഗുണം. ഇപ്പോൾ ജർമ്മനിക്ക് പോവാം, നിയറസ്റ്റ് നെയ്ബറിങ് കൺട്രിയാണ്, അതാണ് ഗുണം. ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മതി. ഏകദേശം ഓസ്ട്രേലിയ സംസാരിക്കുന്നതൊക്കെ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സർവൈവ് ചെയ്ത് പോവാം. അപ്പോൾ ജർമ്മനിക്ക് ആക്സസ് ഉണ്ടാവും. അതുപോലെ ഫ്രാൻസിലേക്ക്, പോളണ്ടിലേക്ക്, ചെക്ക് റിപ്പബ്ലിക്ക്, ഇവിടെയൊക്കെ അത്യാവശ്യം സാലറി സ്കെയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 years ബാക്ക് ഉണ്ടായിരുന്ന സാലറി അല്ല ഈ പോളണ്ട് പോലുള്ളടത്തൊക്കെ. പോളിഷ് സ്ലോട്ടിയിൽ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജനറൽ വർക്കുകൾക്കൊക്കെ അത്യാവശ്യം സാലറി ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് വിസ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു സ്കാം ലൈനിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് റിജക്ഷനാണ്, നല്ല റിജക്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് വലിയൊരു ടോപ്പിക്കാണ്. സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരും. ഈ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കോളർ ജോബാണോ? അല്ല, വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് കോൺട്രാക്ട്, അത്രേ ഉള്ളൂ. വർക്ക് ടൈപ്പ് വിസ ടൈപ്പ് ഉദ്ദേശിച്ചത് നമ്മൾ സ്റ്റുഡൻറ്റ് വിസ, വിസിറ്റിംഗ് വിസ, ഈ പറഞ്ഞ പോലെ വർക്ക് വിസ, അത്ര തന്നെയാണ്. അപ്പോൾ വൈറ്റ് കോളർ ജോബാണെന്ന് വെച്ചാൽ അല്ല. വൈറ്റ് കോളർ ജോബ് ഒരിക്കലും ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്തെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ കഷ്ടപ്പെട്ട് CV അപ്ലൈ ചെയ്ത് ഡയറക്റ്റും ചെയ്യാമല്ലോ. ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. യൂറോപ്പിൽ ഏത് രാജ്യത്ത് എവിടെയും നമുക്ക് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. അവരുടെ കരിയറിൽ കയറിയിട്ട് നമുക്കിവിടെ നമ്മൾ CV ഒക്കെ അപ്ലോഡ് ചെയ്ത് നമുക്ക് അക്കാഡമിക്സും എക്സ്പീരിയൻസും എല്ലാം കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. വർക്ക് പെർമിറ്റ് ഒരു ഏജൻസി ബേസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഏജൻസികൾ ഇവിടെ വന്ന് ഡീൽ ചെയ്ത്, ചിലപ്പോൾ മലയാളീസ് തന്നെ ഉണ്ടാവും അവിടെ ചെയ്യുന്ന ഏജൻസികൾ. അത് ഇവിടെ ഒരു കരാറിൽ നമ്മൾ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തരാം, നിങ്ങൾ വിസക്ക് വെച്ച് വിസയുടെ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്യാന്നുള്ളതുള്ളൂ. ചിലപ്പോൾ വേക്കൻസിന് ഉണ്ടാവണമെന്നില്ല അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ വർക്ക് പെർമിറ്റ് വൈറ്റ് കോളർ ജോബല്ല, ജനറൽ വർക്കുകളാണ്. സ്കിൽഡ് വർക്കുകൾ, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന വർക്കുകൾ തന്നെ അവിടെയും. ഫാക്ടറി ജോബുകൾ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ്, പിന്നെ വുഡ് കട്ടിങ്, അങ്ങനത്തെ ഒക്കെ, ബുച്ചർ, അങ്ങനത്തെ ഒക്കെ സംഭവം വർക്ക് പെർമിറ്റിൽ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ജനറൽ വർക്കുകൾ തന്നെയാണ്. സ്കിൽഡും അൺസ്കിൽഡ് ആയിട്ടൊക്കെ ഉണ്ട്. കാർപ്പൻറ്റർ, ട്രക്ക് ഡ്രൈവർ, ട്രെയിലർ ഡ്രൈവർ, ഫോർക്ക് ലിഫ്റ്റ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് കോളർ ജോബിൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ BTech പഠിച്ച കുട്ടികൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഏജൻസിയുടെ ഒരു എന്താ പറയുക, ഒരു മിസ്ഇൻഫോർമേഷനാണ് അത്. ഇവരെ കൊണ്ടുപോയിട്ട് ഇവരെ ഫയലൊക്കെ മൂവ് ചെയ്യിക്കുന്നുണ്ട്. ഇവർ BTech പഠിച്ചിട്ട് നല്ലൊരു പ്രൊഫഷണൽ കരിയർ സെറ്റിൽ ചെയ്യേണ്ട ആളുകൾ ജനറൽ വർക്കിന് വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യാം, ഞാൻ ചോദിച്ച പോലെ വൈറ്റ് കോളർ ജോബ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരിക്കാം പരസ്യം കണ്ടുണ്ടാവുക. അപ്പോൾ അതൊരു മിസ്ഇൻഫോർമേഷനാണ്. അത് വലിയൊരു അപകടമാണ്. കാരണം അവിടെ പോയിട്ട് ജനറൽ വർക്കിലേക്ക് വൺസ് വിസ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ അവരുടെ വർക്ക് കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടാവുക അൺസ്കിൽഡ് എന്നാണല്ലോ. അത് ഒരു കമ്പനി ബേസ് ചെയ്തിട്ടുണ്ട് ഇത് പോണത്. അപ്പോൾ എംബസി ഇത് എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്, എന്തിൻ്റെ ബേസിലൊന്ന് ചെക്ക് ചെയ്യും. ഇത് വൺസ് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വൈറ്റ് കോളർ ജോബ് ചെയ്യാമെന്ന് നിന്ന് കഴിഞ്ഞാലും പ്രശ്നമല്ലേ, ലീഗലല്ല. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഈവൻ GCCയിലാണെങ്കിലും നമ്മൾ പണ്ടൊക്കെ പോയിരുന്നു, പണ്ട് ഡ്രൈവർ വിസ എന്ന മോട്ടൊക്കെ വേറെ വിസയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് ലീഗലാണ്. പിടിച്ചാൽ പണിയാണ്, ഡിപ്പോർട്ട് ചെയ്ത് വിടും. പിന്നെ ഞാനൊരു കാര്യം കേട്ടു, അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് PR ഇപ്പം പണ്ടൊക്കെ PR കിട്ടണം എന്നുണ്ടെങ്കിൽ, പെർമനന്റ് റെസിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 5 years നമ്മൾ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം അത് ഈ 5 years മാറ്റി 10 yearsലോട്ട് നേരെ ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 10 years നമ്മൾ ചെയ്യുന്ന ആ വർക്ക് തന്നെ ചെയ്ത് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ചെറിയൊരു ഷോ ഓഫും കൂടെ അതിൽ വരുന്നുണ്ട്. UK പോകുന്നത് എന്നുള്ളത്. കാരണം സ്റ്റഡി അബ്രോഡിന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ USA, അതല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, കാനഡ. ഇവിടെ നിന്ന് അങ്ങോട്ട് 12-13 ലക്ഷം രൂപ ഒരു MBA പ്രോഗ്രാം ഇന്നുണ്ട് അല്ല, ഒരു ഇയർലി. ഇത് ലിവിങ് എക്സ്പെൻസും കൂടെ വലിയൊരു വിഷയമാണ്. അത് നേരത്തെ പറഞ്ഞു നമ്മൾ.